അമേരിക്കയിൽ ജഡ്ജിമാർക്ക് ഇത് അത്ര നല്ല കാലമല്ല. കാരണം ജഡ്ജിമാര് രാജ്യദ്രോഹികൾ, ലെഫ്റ്റ് റാഡിക്കൽസ്, പിന്നെ ദുരുദ്ദേശ ദുരുദ്ദേശത്തോട് പെരുമാറുന്നവർ എന്ന് തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ചുരിയുന്നത്. അപ്പോൾ ഇതിനെതിരെ ചീഫ് ജസ്റ്റിസ് ജോൺ ജി റോബർട്ട്സ് രംഗത്ത് വന്നു. അങ്ങനെ സാധാരണ ചീഫ് ജസ്റ്റിസ് ഒന്നും രംഗത്ത് വരുന്നതല്ല. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊന്നുമല്ല, ഏതെങ്കിലും ഒരു കോടതി ഒരു ജഡ്ജി ഒരു തീരുമാനമെടുത്താൽ അതിനെതിരെ ജഡ്ജിക്കെതിരെ പറയുന്നത് ശരിയല്ല, പകരം അപ്പീലിന് പോകണം. അതാണ് നമ്മൾ രണ്ട് നൂറ്റാണ്ടായി പിന്തുടരുന്ന പാത, നമ്മുടെ പാരമ്പര്യം. അല്ലാതെ ജഡ്ജിയെ ചീത്ത പറയുകയോ വിമർശിക്കുകയോ ചെയ്യുന്നതല്ല ശരിയായ കീഴ്വഴക്കം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതിൽ പ്രസിഡന്റ് ട്രംപിനെ പേരെടുത്തൊന്നും പറഞ്ഞില്ല, ആരെങ്കിലും പേരെടുത്തൊന്നും പറഞ്ഞില്ല. എങ്കിൽ പോലും പറഞ്ഞത് ആരെയൊക്കെയാണെന്ന് വ്യക്തം. അതായത് പ്രസിഡന്റ് ട്രംപും എലോൺ മസ്കും എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കതും ഓരോ ജഡ്ജിമാർ അത് അതിനെതിരെ വിധി പുറപ്പെടുവിക്കുന്നു, അതിനെതിരെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ആ ഉത്തരവുകൾ ഇപ്പം ഉദാഹരണത്തിന് ഏതാണ്ട് 25,000 ജോലിക്കാരെ പിരിച്ചുവിട്ടത് അവരെ തിരിച്ചെടുക്കണമെന്ന് പറയുന്നു. USAID നിർത്തലാക്കിയത് പറഞ്ഞുവിട്ട ജോലിക്കാരെ എല്ലാം പുനഃസ്ഥാപിക്കണം, അവർക്ക് ഇമെയിൽ അടക്കമുള്ള സർക്കാരിൻ്റെ ഇമെയിൽ അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം പുനഃസ്ഥാപിച്ചു കൊടുക്കണം എന്ന് മറ്റൊരു ജഡ്ജി. 3 ട്രില്യൺ സ്റ്റേറ്റുകൾക്ക് നൽകുന്നത് നിർത്തിവെച്ച നടപടി, അതിനെതിരെ വേറൊരു കോടതിയുടെ ഉത്തരവ്. ഇങ്ങനെ അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറുകളെ കോടതിയിൽ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടണമെന്നുള്ള ഉത്തരവ്, ഏതാണ്ട് 14,000 പേരെ പിരിച്ചുവിടാനാണ് ട്രംപിൻ്റെ ഉത്തരവ് വന്നത്. ട്രംപ് ഈ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. അപ്പം അതിനെതിരെ കോടതി ജഡ്ജിയുടെ വിധി, ഒരു വനിതാ ജഡ്ജിയാണ്. അവർ പറഞ്ഞത് എല്ലാ മനുഷ്യരും തുല്യരാണ്, ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവർക്ക് അവകാശങ്ങളില്ലാതൊന്നും ആവുന്നില്ല എന്നാണ്, അതുകൊണ്ട് പിരിച്ചുവിട്ട നടപടി ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഇനി ഏറ്റവും വിവാദമായ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ വാഷിങ്ടൺ DC ഫെഡറൽ കോടതിയിലെ ചീഫ് ജഡ്ജ്, ആ ഫെഡറൽ കോടതികളുടെ ചീഫ് ജഡ്ജ് ബോവാസ്ബർഗ്, അദ്ദേഹം പുറപ്പെടുവിച്ച ഉത്തരവ് ഈ ട്രംപ് 251 പേരെ എൽ സാൽവദോറിലേക്ക്, അത് ഇവിടെ ഗാങ്സ്റ്റേഴ്സ് ആണ്, ട്രെൻഡി, അരഗ്വ, അതുപോലെ തന്നെ MS-13 എന്നൊക്കെ പറഞ്ഞുള്ള ഭീകര സംഘങ്ങളാണ് ഗാങ്ങുകൾ. ആ ഗാങ്ങുകളിൽപ്പെട്ടവരെയാണ് അവരെ അവിടുത്തെ എൽ സാൽവദോറിലെ ജയിലിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതിനെതിരെ ആ മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കോടതിയിൽ പോയി. അപ്പോൾ ആ കോടതി ഉത്തരവിട്ടു, അവരെ ഈ കോടതി കേസ് തീരുന്നവരെ അവരെ പറഞ്ഞു വിടാൻ പാടില്ല. ഇനി അഥവാ വിമാനത്തെ കയറ്റി പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ആ വിമാനം തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം, തിരിച്ചിവിടെ എത്തിക്കണം എന്ന് പറഞ്ഞു. എവിടെ? പുല്ലുവില. അതിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. അപ്പം ആ ജഡ്ജ് ചൂടായി. അതിന് ഒരു വിശദീകരണം, ഇതിൻ്റെ ഒരു ടൈം ലൈൻ, ഏത് സമയത്താണ് വിമാനം പുറപ്പെട്ടത്, എത്ര മണിക്ക് അവിടെ ഇറങ്ങി, ഈ കോടതി ഉത്തരവ് എത്ര മണിക്ക് കിട്ടി, ഇങ്ങനെയുള്ള കാര്യം സംബന്ധിച്ചൊരു വിശദീകരണം കൊടുക്കാൻ ഇന്നലെ വരെ ആയിരുന്നു സമയം, ഇന്നലെ ബുധനാഴ്ച. പക്ഷേ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും വിശദീകരണം നൽകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, അതിൻ്റെ പേരിൽ ഇന്ന് ഉച്ചവരെ സമയം കൊടുത്തിട്ടുണ്ട്, ഇന്ന് വ്യാഴാഴ്ച ഉച്ചവരെ. അപ്പോൾ എന്താണ് മറുപടി, എന്താണ് വിശദീകരണം കൊടുത്തതെന്ന് അറിയില്ല. ആ വിശദീകരണം കോടതി സ്വീകരിച്ചോ എന്നും അറിയില്ല. ഇനിയിപ്പോൾ കോടതി സ്വീകരിച്ചില്ലെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മുടെ എല്ലാം വിചാരം അമേരിക്കൻ കോടതികൾ ഓൾ പവർഫുൾ എന്നാണ് ധരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല. ഇപ്പം ഈ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്, ഇങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലുള്ളവർ ആ ഉത്തരവ് അനുസരിക്കുന്നില്ലെങ്കിൽ കോടതിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ആകപ്പാടെ എടുക്കാവുന്ന ശിക്ഷ ഈ കോർട്ടലക്ഷ്യമാണ്. കോർട്ടലക്ഷ്യത്തിന് തന്നെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് അപേക്ഷ കൊടുക്കേണ്ടത്. അതിന് പുറമെ ഇനി കോർട്ടലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആർക്കെതിരെ? ഒരു ഗവൺമെൻറ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ മൊത്തം എടുക്കാൻ വെക്കുമോ? ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ കോർട്ടലക്ഷ്യം എടുക്കാൻ, അയക്കെതിരെ പെനാൽറ്റിയോ അല്ലെങ്കിൽ തടവ് ശിക്ഷയോ ഒക്കെ വിധിക്കാൻ പറ്റും. ഇതിപ്പം വ്യക്തിയല്ല, ഒരു സർക്കാർ തന്നെ, അല്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ഒരു സർക്കാർ തന്നെ രംഗത്ത് വന്നാൽ എന്ത് ചെയ്യും? അപ്പം കോടതിക്ക് ഈ പറയുന്ന പോലുള്ള ശക്തി ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഈ ജഡ്ജിയെ പറ്റി പ്രസിഡന്റ് ട്രംപ് തന്നെ പറഞ്ഞു, എന്താ ഒരു ലെഫ്റ്റ് ലൂണാറ്റിക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഉത്തരവ്, ഇങ്ങനെ ഒരു ഉത്തരവിട്ടത്, അതിനുള്ള ഒരു അധികാരവുമില്ല. പ്രസിഡന്റിൻ്റെ ഈ വിദേശകാര്യം സംബന്ധിച്ചുള്ള കാര്യത്തിൽ പ്രസിഡന്റ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതൊരു ഏതെങ്കിലും ഒരു പട്ടണത്തിൻ്റെ ഒരു സിംഗിൾ ജഡ്ജിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നതല്ല, അതിനുള്ള അധികാരമില്ല എന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് തന്നെ കാരൻ ലീവറ്റ് തന്നെ പറഞ്ഞത്. ഈ ജഡ്ജി എടുത്തത് തീരുമാനം ശരിയായില്ല. ആ വിമാനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ സെക്യൂരിറ്റി എന്താവും, ആ വിമാനത്തിൻ്റെ നില എന്താവും, അതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ചോദിച്ച് ഈ വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ്
സ്റ്റീഫൻ മില്ലറും ഒരു പ്രസ്താവന ഇറക്കി ജഡ്ജിക്കെതിരെ. അപ്പം മൊത്തത്തിൽ ആ ജഡ്ജിക്കെതിരെ അതിശക്തമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. അപ്പം ജഡ്ജി അതിനെ എങ്ങനെ മറികടക്കും എന്ന് നമുക്കറിയില്ല. അതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ അമേരിക്കയെ മഹത്വപ്പെടുത്തുന്ന ഒരു കാര്യം ഈ റൂൾ ഓഫ് ലോ. അതായത് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിൽ പോകാം, ഏതൊരാൾക്കെതിരെ കോടതിയിൽ പോകാം. ആ കോടതി പറയുന്നതാണ് അന്തിമ വാക്ക്. അത് പ്രസിഡന്റ് ആണെങ്കിലും ഏതൊരാളാണെങ്കിലും അവർ പറയുന്നതാണ് അന്തിമ വാക്ക്. അതനുസരിച്ച് കാര്യങ്ങൾ പോകും എന്നതായിരുന്നു നമ്മുടെയൊക്കെ ഒരു ധാരണ. അപ്പോൾ ആ ധാരണ കോടതി അന്തിമ വാക്കല്ല, സർക്കാർ പറയുന്നത് കോടതി കേൾക്കണമെന്നുള്ളൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് ആശാസ്യമല്ല. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവർ ഇവിടെ റൂൾ ഓഫ് ലോയും കോടതിയും പോലീസും ഒക്കെ നിഷ്പക്ഷമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ ശക്തിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ തൊലിയുടെ നിറം ഇതായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പിന്നെ കോടതികളിൽ നിന്നും പോലീസിൽ നിന്നൊക്കെ ആ നീതി കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് പോലും അപകടത്തിലായി പോകും. അപ്പം തീർച്ചയായിട്ടും കോടതികൾ ആ നിഷ്പക്ഷതയും അവയുടെ പരമാധികാരവും പിന്നെ പുനഃസ്ഥാപിക്കപ്പെടണം. ഈ പ്രസിഡന്റിന് ഇലക്ഷനിൽ ജയിച്ചു എന്ന് കരുതി പ്രസിഡന്റിന് ഈ ഇവിടുത്തെ നയങ്ങളെല്ലാം മാറ്റിമറിക്കാനുള്ള ഒരു പിന്നെ മാൻഡേറ്റ് ഒന്നും അല്ല കിട്ടിയിരിക്കുന്നത്. ഇലക്ഷന് നമുക്കറിയാം കൂടുതലും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇലക്ഷനിൽ വിജയമുണ്ടായത്. ഒന്ന്, ഈ കണ്ടമാനം ഇല്ലീഗൽസ് വരുന്നത്, അതിനോടുള്ളൊരു വിരോധം. പിന്നെ ഇവിടുത്തെ സാമ്പത്തിക രംഗത്തിൻ്റെ തകർച്ച, ഇതൊക്കെയായിരുന്നു. എന്നല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റമോ ഒന്നും ആരും ആഗ്രഹിച്ചതോ പ്രതീക്ഷിച്ചതോ ആയിട്ട് തോന്നുന്നില്ല. എന്തായാലും ഈ നമ്മൾ 2 നൂറ്റാണ്ടിലേറെയായി പിന്തുടരുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് നിർത്തിക്കളയരുത്. ഓരോന്നും ഇപ്പം USAIDോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നിപ്പോൾ അതിന് ഉത്തരവ് വരുന്നു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നിർത്തുന്നതിന് ആർക്കും വിരോധമില്ല. പക്ഷെ അത് നിയമാനുസൃതം നിർത്തണം. ഇപ്പോൾ കോൺഗ്രസ് ആണത് സ്ഥാപിച്ചതെങ്കിൽ, USAID കോൺഗ്രസ് ആണ് സ്ഥാപിച്ചതെങ്കിൽ കോൺഗ്രസിനെ അത് പിന്നെ ഇല്ലാതാക്കാൻ കഴിയൂ. പ്രസിഡന്റിൻ്റെ ഒരു ഉത്തരവ് മാത്രം പോരാ. അപ്പോൾ അത് അവിടെ പാസ്സാക്കിയെടുക്കാൻ കഴിയണം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകേണ്ടത്. എന്തായാലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം.